നമസ്കാരം. 2026 വിഷുഫലങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 ചതയം നക്ഷത്രത്തിൽ ഇക്കൊല്ലത്തെ മേടസംക്രമം നടക്കുന്നത്. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നത്. അശ്വതി മുതൽ പൂയം വരെയുള്ള 8 നാളുകാരുടെ വിഷുഫലമാണ് ഇവിടെ അപഗ്രഥിക്കുന്നത്. സൂര്യോദയത്തിന് ശേഷം ആദിത്യ സംക്രമം വന്നതിനാൽ വിഷുക്കണിയും വിഷു ആഘോഷവും തൊട്ടടുത്ത ദിവസമായ ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് ആഘോഷിക്കേണ്ടത്. സംക്രമ സമയത്ത് ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശിയിൽ ചതയം നക്ഷത്രത്തിലാണ്. ശുക്രൻ മേടം രാശിയിലും ബുധനും ശനിയും ചൊവ്വയും മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു. അവിട്ടം ചതയം പൂരുരുട്ടാതി മകയിരം തിരുവാതിര പുണർദം ചിത്തിര ചോതി വിശാഖം എന്നീ 9 നക്ഷത്രങ്ങൾ ആദിമധ്യ അന്ത്യശൂലം എന്ന വിഭാഗത്തിൽ വരികയാൽ ഗുണാനുഭവങ്ങൾ കുറയാനിടയുണ്ട്. മറ്റുള്ള 18 നക്ഷത്രങ്ങൾ ആദിമധ്യ അന്ത്യ ഷഡ്ക വിഭാഗത്തിൽ വരികയാൽ അവയിൽ ജനിച്ചവർക്ക് പ്രായണ മേന്മയും ഭവിക്കുന്നതാണ്. കൂടാതെ നവഗ്രഹങ്ങളുടെ ഗോചര ഫലവും കൂടി പരിഗണിച്ചാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിഷുഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അശ്വതി നക്ഷത്ര ഫലങ്ങൾ നോക്കാം. ശനി 12-ൽ തുടരും. വ്യാഴം ജൂണിൽ 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനാകുന്നതാണ്. രാഹുവും കേതുവും ഡിസംബറിൽ സ്ഥാനം മാറുന്നുണ്ട്. വിഷു സംക്രമ നക്ഷത്രത്തെയും ആദിഷഡ്കം എന്ന വിഭാഗത്തിൽ വരികയാലും അശ്വതി നാളുകാർക്ക് വിഷുഫലം പ്രായണ അനുകൂലമാണ്. നിലവിലെ തൊഴിൽ സ്ഥാനോന്നതി വരും. ഉച്ചസ്ഥനായ വ്യാഴം കർമ്മഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാൽ ആഗസ്റ്റിന് മേൽ നവംബറിനകം കർമ്മപുഷ്ടിയുണ്ട്. ഗ്രഹനിർമ്മാണം സാധ്യമാവും. പണി തീരാത്തത് പൂർത്തീകരിക്കും. പുതുവാഹന ഭാഗ്യം പ്രതീക്ഷിക്കാം. മനസ്സിൻ്റെ ചഞ്ചലത്വം മാറുന്നതാണ്. അന്യദേശത്തുള്ളവർക്ക് തിരികെ മടങ്ങാനാവും. സാമ്പത്തിക ഭദ്രതയിലേക്ക് നീങ്ങുന്നതാണ്. സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടാവും. കുടുംബത്തിൽ സമാധാനം പുലരും. ഇടയ്ക്ക് ആലസ്യവും ഉന്മേഷക്കുറവും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഭരണി വിഷുഫലം അനുകൂലമാണ്. ആദിഷഡ്കം എന്നറിയപ്പെടുന്ന 6 നക്ഷത്രങ്ങളിൽ വരികയാൽ കാര്യവിജയം സമാധാനം എന്നിവയുണ്ടാവും. 4-ൽ ഉച്ചസ്ഥനാകുന്ന വ്യാഴം ജൂൺ പകുതിക്ക് ശേഷം ആത്മവിശ്വാസമുയർത്തും. ഭൗതിക ആധ്യാത്മിക ചിന്തകളെ സമന്വയിപ്പിക്കുന്നതാണ്. കർമ്മരംഗത്ത് വളർച്ച, ധനസ്ഥിരത, ഗ്രഹം നിർമ്മിക്കലോ നവീകരിക്കലോ ഒക്കെ സാധ്യമാവും. ധനക്ലേശത്തിന് വിരാമമുണ്ടായേക്കും. ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ നിർവഹിക്കും. 7.5 ശനിക്കാലമായാൽ മനസ്സിൻ്റെ മരവിപ്പ്, വാതരോഗം, മുതിർന്നവരുടെ അനൈക്യം എന്നിവയും സാധ്യതകളാണ്. രാഹു രഹസ്യ ഇടപാടുകളിൽ വിജയിപ്പിക്കും. ഉപരി വിദ്യാഭ്യാസത്തിനായി അന്യദിക്കുകളിൽ പോകുന്നതാണ്. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമായ വർഷമാണിത്. കാർത്തിക വിഷുഫലം സൂചിപ്പിക്കുന്നത് കാർത്തിക നാളുകാർക്ക് നിലവിലെ സാഹചര്യത്തിൽ നിന്നും പിന്നോട്ട് പോവേണ്ടി വരില്ല എന്നാണ്. ജോലി തേടുന്നവർക്ക് തക്ക അവസരം ലഭിക്കും. വിദേശ പഠനത്തിന് സാധ്യത. ലോണിന് അപേക്ഷിച്ചവർക്ക് അനുകൂലമാണ്. വീട് നിർമ്മാണം തുടങ്ങാനാവും. ബിസിനസ് നവീകരിക്കാൻ സാധിക്കുന്നതാണ്. പിണക്കത്തിലായ ബന്ധം ഇണക്കത്തിലാവും. വിവാഹത്തിന് അനുയോജ്യമായ സമയമാണ്. ഉന്നതരുടെ പിന്തുണ പൊതുരംഗത്ത് ശോഭിക്കാൻ വഴി തുറക്കും. കലാപ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതാവും. ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം വരുത്. രോഹിണി ശനിക്ക് മാറ്റമില്ല. രാഹുകേതുക്കൾ ഡിസംബറിൽ ശനി രാശി മാറും. വ്യാഴം ജൂണിൽ പ്രതികൂലമായ 3-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതാണ്. എന്നാലും ഉച്ചത്തിലാകിയാൽ ദോഷം ലഘുവാകും. രോഹിണിയും ആദിഷഡ്കത്തിൽ വരുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. പുതിയ ജോലിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ വേഗം ലഭിക്കുന്നതാണ്. പ്രസ്ഥാനത്തിനായി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു, എന്നാൽ പ്രസ്ഥാനം തിരിഞ്ഞു നോക്കിയില്ല എന്ന ഖേദവിചാരം ഭവിക്കാം. കടബാധ്യത അവധി പറഞ്ഞ തീയതിയിൽ അല്ലെങ്കിൽ തന്നെയും കൊടുത്തു തീർക്കുന്നതാണ്. നിരവധി സഹായഹസ്തങ്ങൾ ഉയരും. ഗ്രഹനിർമ്മാണം തുടങ്ങാൻ വൈകിയേക്കാം. പ്രണയം വിവാഹത്തിലേക്ക് നയിക്കുന്നതാവും. മകയിരം സമ്മിശ്ര ഫലങ്ങളാവും മകയിരത്തിന്. തൊഴിൽ തേടുന്നവർക്ക് അർഹതയുള്ള പദവി കൈവരും. നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ പുതുജോലി ലഭിക്കാൻ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വന്നേക്കും. ഭൂമിയിൽ നിന്ന് ആദായം ഉണ്ടാവും. വസ്തുവിൽപ്പനയിലെ തടസ്സങ്ങൾ അകലും. അന്യദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാനാവും. ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനാവും. തുടങ്ങിയവയെ വിജയിപ്പിക്കാനും കഴിഞ്ഞേക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ഇരു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് മാറ്റം കിട്ടുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിന് വായ്പ ലഭിക്കാം.
സർക്കാർ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനാവും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ സാധ്യമാവും. തിരുവാതിര. കണ്ടകശനി തുടരുന്നു. രാഹു 9-ലും കേതു 2-ലും സഞ്ചരിക്കുന്നുണ്ട്. ജൂൺ മാസത്തിലെ വ്യാഴമാറ്റമാണ് പ്രധാനം. വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ ധനഭാവത്തിലേക്ക് സംക്രമിക്കുന്നതാണ്. തിരുവാതിരക്കാർ വിദ്യാഭ്യാസത്തിൽ ശോഭിക്കും. അർഹമായുള്ള ജോലിയിൽ പ്രവേശിക്കാനാവും. അവിവാഹിതർക്ക് വിവാഹം സിദ്ധിക്കുന്നതാണ്. സ്വന്തം തൊഴിലിൽ അല്പം മങ്ങൽ വരാം. സഹപ്രവർത്തകരുടെ പിന്തുണ കിട്ടിയേക്കില്ല. ദൗത്യങ്ങൾ നീട്ടിവെക്കുന്ന പ്രവണത ദോഷം ചെയ്യാം. പാരമ്പര്യ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ കരുതൽ വേണം. അന്യദേശത്ത് തുടരുന്നവർക്ക് അവിടെ ജോലിയിൽ മുന്നേറ്റമുണ്ടാവും. ഗ്രഹനിർമ്മാണത്തിനോ വീട് വാങ്ങിക്കാനോ സാധ്യതയുണ്ടെന്നതാണ് വിഷുഫലം നൽകുന്ന സൂചന. പുണർദം. 2025 ഒടുവിലും 26 ആദ്യ 4-5 മാസങ്ങളിലും വ്യാഴം നേർഗതിയും വക്രഗതിയും തുടരുന്നത് അവരുടെ കഴിവുകളെ മന്ദീഭവിപ്പിക്കുകയും പ്രശ്നങ്ങളുടെ നടുവിൽ കൊണ്ട് നിർത്തുകയും ചെയ്തു. ജൂലൈ തൊട്ട് വ്യാഴ സഞ്ചാരത്താൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. പഠന തടസ്സം നീങ്ങി ഉയർന്ന ബിരുദം നേടാനാവും. തൊഴിൽ കുഴപ്പങ്ങൾ പരിഹരിക്കും. ആശിച്ച ജോലിയിൽ പ്രവേശിക്കും. പദവിയിൽ ഉയർച്ചയോ വേതന വർധനവോ ഉണ്ടാവും. ദാമ്പത്യ പ്രവേശം സാധ്യമാവുന്നതാണ്. കലാരംഗം പുഷ്ടിപ്പെടും. സ്വന്തമായി ഭവനമുണ്ടാവും. സന്താനരഹിതർക്ക് തൽസംബന്ധമായ ശുഭകാര്യം ഭവിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ സാധ്യമാവും. കണ്ടകശനിയുള്ളതിനാൽ കരുതൽ വേണ്ടതുണ്ട്. ആത്മീയ കാര്യങ്ങളിലും വളർച്ചയുണ്ടാവും. പൂയം. രാഹു അഷ്ടമത്തിലും ശനി 9-ലും വ്യാഴം 12 ജന്മരാശി എന്നിവയിലും തുടരുന്ന വർഷമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതും വലിയ തോതിൽ പണം മുടക്കുന്നതും കരുതലോടെ വേണ്ടതുണ്ട്. പരിശ്രമങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. സഹകരണം അകത്തും പുറത്തും കുറയും. സഹിഷ്ണുത കൊണ്ട് കാര്യസാധ്യം ഭവിക്കും. വിദേശത്ത് പോകാൻ കഴിയുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ രാഷ്ട്രീയ ശുപാർശ ആവശ്യമായേക്കും. ഏജൻസി, കമ്മീഷൻ വ്യാപാരം, കരാർ പണികൾ ഇവ ധനലാഭമുണ്ടാക്കും. ഗ്രഹനിർമ്മാണത്തിൽ ഇഴച്ചിലുണ്ടാവും. അവിവാഹിതരുടെ വിവാഹ സ്വപ്നം സഫലമാവുന്നതാണ്.